കോൺഗ്രസ്സുകാരും സോഷ്യലിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ രാഷ്ട്രീയ സമരമുണ്ട്, ഒരാശയ സമരമുണ്ട്. ആ സമരമാണ് വടകരയെ മാറ്റിത്തീർത്തത്. ആ രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ AKG ജീവിച്ചിരുന്ന കാലത്ത് മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. AKG 5 മണിക്ക് വരാന്ന് പറഞ്ഞാൽ രാത്രി പിറ്റേന്ന് പുലർച്ചെ 3 മണിക്കും 4 മണിക്കാണ് വരിക. ആളുകൾ പായ വിരിച്ച് കിടന്നുറങ്ങും. ഇത്തവണ പായ വിരിച്ചൊന്നും കിടന്നുറങ്ങിയില്ല. അവർ ഷാഫിയെ കാത്തു നിൽക്കുകയാണ് ചെയ്തത്. AKGക്ക് ശേഷം ഇങ്ങനെ ആളുകൾ കാത്തു നിന്ന് രാഷ്ട്രീയ പ്രസംഗം കേട്ടത് ഷാഫിയുടെ കാര്യത്തിലാണ്. അത് ഇവിടെ ഒരു രാഷ്ട്രീയ സമരം നടന്നതുകൊണ്ടാണ്. CPM അറിയാത്തൊരു കാര്യമാണ്. CPMന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുന്ന. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും. അത് മഞ്ജു വാര്യരെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ മനസ്സിലാവും. ആരെങ്കിലും ഉണ്ടാക്കും. അത് ആരുണ്ടാക്കി? ഇതുണ്ടാക്കിയതിൽ P. മോഹന്റെ മകൻ നികിദാസ് ജൂലിയാസിന് വല്ല പങ്കുണ്ടോ? P. മോഹന്റെയും ലതിയുടെ മകൻ നികിദാസ് ജൂലിയാസ് ആണല്ലോ കോഴിക്കോട് ജില്ലയിലെ CPMന്റെ സൈബർ ലോകത്ത് നിയന്ത്രിക്കുന്നത്. അവനാണല്ലോ PV അൻവർ MLA പ്രധാനപ്പെട്ട ആള്. അവനാണല്ലോ ഈ ഇന്ദു മേനോൻ എന്ന് പറയുന്ന എഴുത്തുകാരി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ശ്രീധരൻപിള്ള എന്ന് പറയുന്ന BJPയുടെ ഗവർണറുടെ നേരെ കാർ ഓടിച്ചു കയറ്റി അയാളെ കൊല്ലാൻ നോക്കിയത്. ഇതൊക്കെ സൈബർ ലോകത്ത് വന്നതാണല്ലോ. ശ്രീധരൻപിള്ളയെ പോലെ ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് കാർ ഓടിച്ചിട്ട് അയാളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ശ്രീധരൻപിള്ള പറഞ്ഞത് ആ ചെറിയ പയ്യനല്ലേ വിട്ടേക്കുന്ന